அல்ல நான் ஜஸ்ட் விசாரிக்கிறேன். ஏன்னா கூகுள்ல பார்த்தப்போ கோயம்பேடு ஃப்ரீக்வெண்ட் கிடையாது, சாயங்காலம் தான் இருக்கு. அப்படி இங்கே வந்து உங்களுக்கு ரெகுலர் கவர்மெண்ட் பஸ்ஸில் ஏறினீங்கன்னா சிதம்பரம் வந்து கரெக்டாக சிதம்பரம் தானே போனோம். இப்போ நீங்கள் பஸ்ஸில் ஏறினாலும் 11 ஆகிடும். ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സിഞ്ചേഴ്സ് ഡെയിലി ഡാസിൽ. സോ നമ്മൾ ഇന്ന് കാണുന്നത് ചെന്നൈയിലെ ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് അടുത്ത നമ്മുടെ ബസ് പിടിക്കണമെന്ന് പറഞ്ഞില്ലേ, ആ ബസ് ചിദംബരത്തേക്കാണ്. ഓക്കെ, വ്ളോഗിൻ്റെ എൻഡ് വരെ കാണുക. ഓട്ടോയിൽ ഭയങ്കര ഡിസ്ട്രാക്ഷൻ ആയതുകൊണ്ട് അങ്ങനെ സൗണ്ട് കേട്ടോ, അതുകൊണ്ട് ഭയങ്കര ഉച്ചയ്ക്ക് പറയേണ്ടി വന്നു. കേളമ്പക്കം ബസ് സ്റ്റാൻഡിൽ ട്രാവൽസ് ഇറങ്ങിയതിൻ്റെ അവിടെ നിന്നൊരു ഓട്ടോ പിടിച്ച് എൻ്റെ ഓപ്പോസിറ്റാണ് ഈ ബസ് സ്റ്റാൻഡ്, കുറച്ച് ബാക്കിലായിട്ട് ഓമിനി ബസ് സ്റ്റാൻഡ് എന്ന് പറയും ചിദംബരത്തേക്ക്. അവിടത്തേക്കാണ് കൊണ്ടുപോകുന്നത്. നമുക്ക് നടന്ന് വരണമെങ്കിൽ നടന്ന് വരാം. 150 രൂപയാണ് മേടിച്ചത്. ഓട്ടോയിൽ ഡിസ്ട്രാക്ഷൻ മീൻസ് ഭയങ്കര എഴപ്പാണ് ഓട്ടോ ഓടിക്കുന്നതിൻ്റെ. പക്ഷേ ശരിക്കും 150 രൂപയുടെ ഓട്ടോ ഇല്ല. പിന്നെ നമ്മൾ മലയാളിയാണ്, അപ്പുറത്ത് വരണമെന്നൊക്കെ. പിന്നെ എനിക്ക് പെട്ടെന്ന് ബസ് കിട്ടില്ല. ആ ചേട്ടൻ തമിഴ് പറഞ്ഞു കേട്ടോ. 11 മണിയാകും, പക്ഷേ ഒരു 6 മണിക്കൂർ വേണം. കേളമ്പക്കം ബസ് സ്റ്റാൻഡ്, ഇത് ചെന്നൈയിലുള്ള ഒരു ഫേമസ് ബസ് സ്റ്റാൻഡാണ്. മിക്ക ട്രിവാൻഡ്രത്തേക്കുള്ള ട്രാവൽസ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ആവുന്നത്. സോ ഇത്രയും മണിക്കൂർ യാത്രയുള്ളപ്പോൾ എന്തിനാണ് ഒരു 10 മിനിറ്റ് വേസ്റ്റ് ആക്കുന്നത് ഞാൻ ഓട്ടോ പിടിച്ചത് ആക്ച്വലി. സോ നമ്മളങ്ങനെ കേളമ്പക്കം ബസ് സ്റ്റാൻഡിൻ്റെ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മണി ഒരു 6:20, 6:15. ശരിക്കും പറഞ്ഞാൽ ഞാൻ കോയമ്പേട് ബസ് സ്റ്റാൻഡ് ഇതും കഴിഞ്ഞ് ഒരു മണിക്കൂറും കഴിഞ്ഞാണ് എത്തേണ്ടത്. അവിടെ ആണെങ്കിൽ 1 മണിക്കൂർ ഡിലേ ആയേനെ. ബസ്സസ് കിട്ടുമെന്ന് വലിയ ഷ്യൂറിറ്റി ഇല്ല. സോ ഇതാണ് അതിനകത്തുള്ളൊരു മോള് പോലെ കേളമ്പക്കം ബസ് സ്റ്റാൻഡ്. ഞാൻ നോക്കിയപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ഇവിടെ പണ്ട് ട്രിവാൻഡ്രത്തേക്ക് ലോങ് റൂട്ട് ഒരു ട്രാവൽസിന് വന്നിട്ടുണ്ട്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പിന്നെ നമ്മുടെ വാഷ്റൂമിന് പോയിട്ട് ഈ മോളിനകത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെ ഞാൻ ബ്രഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം 6:20 ആയപ്പോഴുള്ള ബസ് വന്നത്. സോ ബ്രഷ് ചെയ്യുന്ന രംഗങ്ങളിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് അടിക്കുന്നതാണ് പണി. ആദ്യം ബ്രഷ് ചെയ്യട്ടെ. ബ്രഷിങ് നമുക്ക് അതിനകത്ത് വാഷ് ബേസിനുണ്ട് ടോയ്ലറ്റിൻ്റെ അവിടെ. സോ അങ്ങനെ ബ്രഷ് ചെയ്യുന്നു. മോളെന്ന് ഞാൻ ഉദ്ദേശിച്ച ആ ബസ് സ്റ്റാൻഡാണ്, ഒരു വലിയ മോള് പോലെയാണ്. അതിൻ്റെ അടുത്ത മോളിനകത്ത് തന്നെ മീൻസ് ആ ബസ് സ്റ്റാൻഡിനകത്ത് തന്നെ പൊടിദോശയുടെ വലിയൊരു കടയുണ്ടായിരുന്നു, ഒരു തട്ടുകട പോലെ. പൊടിദോശയും പിന്നെ ഒരു ഓംലേറ്റും കൂടെ അടിച്ചു. അപ്പോൾ പൊടിദോശ കൊണ്ടുവരുന്ന ഞങ്ങളുടെ വലിയ പൊടിദോശ എടുക്കും. അത്യാവശ്യം നമുക്ക് നല്ല കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അത് മൊത്തം നമുക്ക് കഴിക്കാൻ പറ്റൂ. പിന്നെ മുട്ട ഓംലെറ്റ് കൂടെ ഓംലെറ്റ് ചെയ്താൽ ഫുള്ളാണ്, വയറ് ഫുള്ളാവും. പിന്നെ ഞാൻ വെള്ളത്തിൻ്റെ കാര്യത്തിൽ റിസ്ക് എടുത്തില്ല. ഒരുപാട് ചട്നീസ് ഉണ്ടായിരുന്നു, ഞാൻ കാണിച്ചു തരാം. പുതിന ചട്നി അങ്ങനെ. പക്ഷേ എനിക്ക് പുതിന ചട്നി ഇഷ്ടമല്ല, സോ അതുകൊണ്ട് ഞാൻ എടുത്തില്ല. വെള്ളം ഞാൻ റിസ്ക് എടുക്കണമെന്ന് വെച്ച് മറ്റേ ബിസ്ലറി ഉണ്ടല്ലോ, മിനറൽ വാട്ടറാണ് ഞാൻ മേടിച്ചത്. കാരണം ഈ തമിഴ്നാട്ടിലെ വെള്ളത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് അഷുറൻസ് പറയാൻ പറ്റൂല, ലോക്കൽ വെള്ളമാണോ തരുന്നത്. അങ്ങനെ പൊടിദോശ തട്ടുന്ന രംഗമാണ് നമ്മുടെ ബാഗ് മോൾ അപ്പുറത്തിരിക്കുന്നു. പൊടിദോശ എന്ന് പറഞ്ഞാൽ ഈ ദോശ വലുതായിട്ട് പരത്തിയിട്ട് അതിനകത്ത് മറ്റേ പൊടിയുണ്ടല്ലോ, നമ്മൾ ഈ ചട്നിപ്പൊടി ചെയ്യുന്നല്ലോ, അത് എന്തോ ചെയ്ത് വയ്ക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ അത്യാവശ്യം രുചിയുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഓംലേറ്റ് വന്നു. വട വേണമെന്ന് വെച്ചാൽ വട എനിക്ക് താല്പര്യത്തിൽ ഞാൻ കഴിച്ചില്ല. നമ്മുടെ ബിസ്ലറി വാട്ടർ ഫുഡ് അടിച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ പോകുന്ന കേളമ്പക്കം ബസ് സ്റ്റാൻഡിൽ ചിദംബരം ബസ് പിടിക്കുന്ന 9ാമത്തെ പ്ലാറ്റ്ഫോമിൽ ആ ഹോട്ടൽ ചേട്ടന്മാർ പറഞ്ഞായിരുന്നു ആ ബസ് ഡെസ്റ്റിനേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ എനിക്ക് ബസ് കിട്ടി ചിദംബരം. ഫ്രണ്ട് സീറ്റിൽ തന്നെ എനിക്ക് ഇരിക്കാൻ പറ്റും. ഇപ്പോൾ കുറച്ച് വീഡിയോ എടുക്കാൻ റോഡൊക്കെ ഭയങ്കര ഇതായിരിക്കും, അതായത് ഡ്രൈവറിൻ്റെ ബാക്കിൽ. സോ ഇതാണ് ഡ്രൈവർ അത്യാവശ്യം ഫ്രണ്ട്ലി ആയിരുന്നു, കണ്ടക്ടറും ഫ്രണ്ട്ലി ആയിരുന്നു. ഇത്രയും രൂപയാണ് ചെന്നൈ ടു ചിദംബരം, ഏകദേശം 190 രൂപ. അതിൻ്റെ ഇടയിൽ അവർ തിണ്ടീവണത്തിൽ വണ്ടി നിർത്തിയിട്ടിരുന്നു. മീൻസ് ഒരു ചെറിയൊരു കോഫി ബ്രേക്ക് പോലെ, അത് അവർക്ക് ഡ്രൈവറിന് കഴിക്കാം. ഞാൻ ഓൾറെഡി കഴിച്ചു. അങ്ങനെ കോഫി, ഒരു ഗുരു എന്ന് പറയുന്നൊരു കട ബസ് ഡിപ്പോയ്ക്ക് ബസ് സ്റ്റാൻഡിനകത്ത് അവിടെ നിന്ന് കുടിക്കുന്ന രംഗങ്ങളാണ് കാണുന്നത്. ആക്ച്വലി ഇവിടെ നിന്ന് നമ്മൾ ഇവിടെ പുതുച്ചേരി അല്ലെങ്കിൽ പോണ്ടിച്ചേരി കവാടം അവിടെ എത്തി. ശരിക്കും പറഞ്ഞാൽ 7 മണിക്കൂറിൻ്റെ യാത്രയുണ്ട്. ബസ്സിനകത്ത് നല്ല പാട്ടും കൂത്തുമായിരുന്നു. ഞാൻ എക്സ്ട്രാക്ട് ചെയ്ത് അല്ലെങ്കിൽ കോപ്പിറൈറ്റ് വരും. ഇത് ചിദംബരം എത്തുന്നതിന് മുമ്പുള്ള പോണ്ടിച്ചേരിയൊക്കെ കഴിഞ്ഞുള്ള രംഗങ്ങളാണ്. കൂടല്ലൂർ, തിണ്ടിവനം, പോണ്ടിച്ചേരി റൂട്ടിലാണ് ഈ ബസ് പോയത്. കാരണം ചെന്നൈയിൽ നിന്ന് ചിദംബരത്തിലേക്ക് പോകുന്നതല്ലേ. ചില സ്ഥലങ്ങളിൽ നമ്മുടെ അതിമനോഹര തേങ്ങകൾ മീൻസ് തെങ്ങുണ്ട്, പാടങ്ങളുണ്ട്, ബാക്കിയൊക്കെ നല്ല വരണ്ട പ്രദേശമാണ്. സോ ആ രംഗങ്ങളാണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ ചിദംബരം എത്താറുമ്പോൾ ഒരുപാട് നേരം ബസ്സിലിരുന്നു. ചിലയിടത്ത് പച്ചപ്പുണ്ട്. എന്തിനാണ് ചിദംബരം പോകുന്നതെന്നുള്ളത് വ്ളോഗിൻ്റെ അവസാനം വരെ കാണുക. പക്ഷേ ഞാനിതൊരു മണ്ടത്തരം ചെയ്ത് എനിക്ക് ചെന്നൈയിൽ ഇറങ്ങണ്ടായിരുന്നു. അത് ഞാൻ വേറൊരു റിവ്യൂവിൽ പറയാം, ട്രാവൽ എക്സ്പീരിയൻസ് വ്ളോഗിൽ. അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ ഞാൻ ചിദംബരം എത്തും. അത് കഴിഞ്ഞ് ചിദംബരത്തിൽ നിന്ന് എൻ്റെ റൂമിലേക്ക് ഒരു ഓട്ടോ പിടിക്കുന്ന രംഗമാണ്. ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ തന്നെ ഓട്ടോ കിട്ടും. അങ്ങനെ എൻ്റെ സ്റ്റേ ഒരു റിസോർട്ടിലായിരുന്നു. ആ റിസോർട്ട് ഏതാണെന്ന് ഞാൻ റിസോർട്ട് ടൂർ വ്ളോഗ് കാണിക്കും. ഇത് കഴിഞ്ഞപ്പോൾ കാണുക. അപ്പോൾ ഓട്ടോയിൽ അങ്ങോട്ടേക്കാണ് പോകുന്നത്.
റെയിൽവേ സ്റ്റേഷൻ്റെ ചിദംബരം റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡ് ട്രാക്കിൻ്റെ ബാക്കിലോ ഫ്രണ്ട് സൈഡോ ആയിട്ട് വരും ഈ അക്കോമഡേഷൻ. ചിദംബരം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന കവാടമാണ് കാണുന്നത്. ചിദംബരം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഗോൾഡിൽ. ഇതാണ് ചിദംബരം റെയിൽവേ സ്റ്റേഷൻ. പിന്നെ നമ്മൾ അത് താണ്ടിയാണ് ഈ ഒരു അക്കോമഡേഷൻ്റെ റിസോർട്ട് എന്നാണ് പേരിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ ഫർദറായിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഒരു ചെറിയൊരു വില്ലേജ് പോലെ ഇതിനകത്തോട്ടാണ് റിസോർട്ട്, ഞാൻ കാണിച്ചു തരാം. സോ റിസോർട്ടിൽ ഇറങ്ങുന്നവരെ ഞാൻ കാണിക്കാം. എൻ്റെ ഫർദർ ടൂർ ഞാൻ വേറൊരു വ്ളോഗിൽ ഇടാം. പിന്നെ ആ സ്റ്റേ എങ്ങനെ ഉണ്ടായിരുന്നു, പിന്നെ ഓരോ യാത്ര പോകുമ്പോൾ ഞാൻ ട്രാവൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ഒരു വ്ളോഗ് ചെയ്യും. അതിൽ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് ഈ സ്ഥലത്ത് വരണമെങ്കിൽ എങ്ങനെയാണ് ഞാൻ ചെയ്ത മിസ്റ്റേക്കുകളെല്ലാം ഞാൻ വേറൊരു റിസർച്ച് കണ്ടുപിടിച്ചു. ഇനി അടുത്ത തവണ എങ്ങനെ വരണം എന്നുള്ള ആ കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ വേറൊരു വ്ളോഗായിട്ട് ഷെയർ ചെയ്യാം. നമുക്ക് ഇതിൽ ഷെയർ ചെയ്യുമ്പോൾ വ്ളോഗ് അങ്ങ് ലെന്തി ആയി പോകും. ஹோட்டல்ஸ் பக்கத்து அந்த ஆட்டோ பிடிச்செடுத்து தான் இருக்கு. ரெஸ்டாரண்ட்ஸ் ஆட்டோ பிடிச்செடுத்து மட்டும்தான் இருக்கு. இங்க ஒன்றும் கிடையாதுல்ல. ரயில்வே ஸ்டேஷனுக்குள்ளே ரெஸ்டாரண்ட் இருக்கியா? இருக்கா? இங்கே ஒன்றும் கிடையாதும்மா. அங்கே போனாக்கா நீங்கள் பஸ் ஸ்டாண்டு தான் போகணும். ആക്ച്വലി നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ അതായത് നമുക്ക് ഫുഡ് ഉച്ചയായല്ലോ ഞാനിവിടെ എത്തിയപ്പോൾ. ഒരു 1 മണിയായി ഞാൻ എത്തിയപ്പോൾ ചിദംബരം ബസ് സ്റ്റാൻഡിൽ. സോ അതിൻ്റെ അടുത്തുള്ള ലുട്ടിലൂടെയൊക്കെ ചെറിയ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, അവിടെ നിന്ന് കഴിക്കണം. അത് കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ റോഡിലൊന്നും ഇല്ല. ഞാൻ ചോദിച്ചത് നമ്മൾ റിസോർട്ട് എത്തി. സോ റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിൽ കൂടെ ഒരു വില്ലേജ് പോലുള്ള ഏരിയയിലേക്കാണ് ഇങ്ങോട്ട് പോകുന്നത്. റിസോർട്ടിൻ്റെ വ്ളോഗ് ഞാൻ വേറെ ചെയ്യാം, റിസോർട്ട് ടൂർ വ്ളോഗ് എന്ന് പറയും. ഇതാണ് അതിൻ്റെ പുറത്തേത്, ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്യാം. നിങ്ങൾ ചാനൽ ഫോളോ ചെയ്താൽ മതി. ഇനി ഇവിടെ നിന്ന് നമ്മൾ നമ്മുടെ അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയിലേക്കാണ് പോകുന്നത്. അതിനാണ് ഈ ചിദംബരം വന്നത്. സോ അതിന് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഒരു ഓട്ടോ കിട്ടി. അവിടെ നിന്ന് നേരെ നമ്മൾ അങ്ങോട്ട് പോകുന്നതാണ്. രംഗമാണ് കാണുന്നത്. അണ്ണാമലൈ യൂണിവേഴ്സിറ്റിക്ക് പോകുന്നവർ ഇതാണ് എൻ്റെ പോകുന്ന റൂട്ട്. ഞാൻ എന്തിനാണ് പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ ഡാൻസിങ് കുറേ ആയിട്ട് ചെയ്യുന്നു. അതായത് കുച്ചിപ്പുടി ചെയ്യുന്നുണ്ട്, ഭരതനാട്യം ചെയ്യുന്നുണ്ട്, മോനായിട്ട് ചെയ്യുന്നുണ്ട്, ക്ലാസ്സസിന് പോകുന്നുണ്ട്. അത് അങ്ങോട്ട് പോകുന്ന റൂട്ടിൽ ഇങ്ങനെ ഒരു കടയുണ്ട് ലെഫ്റ്റ് സൈഡ് ചിദംബരം യൂണിവേഴ്സിറ്റിയിലേക്ക്. സോ ഞാനിങ്ങനെ വിചാരിച്ചു ഒരു BFA ചെയ്താൽ ഒരു സർട്ടിഫിക്കറ്റ് ഒരു എക്സാമൊക്കെ എഴുതി ചെയ്താൽ കുറച്ചുകൂടെ വാല്യൂ അല്ലേ അത്. സോ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തുകൊണ്ട് നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ കവാടത്തിലെത്തി, അണ്ണാമലൈ യൂണിവേഴ്സിറ്റി. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കേരളയിൽ ചെയ്തുകൂടെ, കലാമണ്ഡലത്തിൽ ചെയ്തുകൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും ഇപ്പം PSC പ്രിപ്പറേഷനുണ്ട്, വേറൊരു ജോലിയിൽ നമ്മൾ പെട്ടെന്ന് കയറി PSCയിൽ ഉള്ള വല്ല നിയമനങ്ങളായി കഴിഞ്ഞാൽ അന്നേരം നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ റെഗുലർ ഒരു സ്റ്റുഡൻ്റായിട്ട് പോകണം. ഇതാണെങ്കിൽ DDയിൽ ചെയ്യാം, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചെയ്യാം, ഓൺലൈനാണ്. വല്ല പബ്ലിക് ഹോളിഡേയ്സോ 1-2 സാറ്റർഡേ സൺഡേ പ്രാക്ടിക്കൽ എക്സാമിന് വന്നാൽ മതി. BFAയിൽ ഇവിടെ ഭരതനാട്യമേ ഉള്ളൂ, കുച്ചിപ്പുടി ഇല്ല. സോ അത് ഞാൻ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അതിനുശേഷം എനിക്ക് MFA മാസ്റ്റേഴ്സ് ചെയ്യണമെന്നുണ്ട്. മാസ്റ്റേഴ്സ് എനിക്ക് വേണമെങ്കിൽ കുച്ചിപ്പുടിയിലും ചെയ്യാം അലയൻസിൽ. സോ ആദ്യം ഞാൻ BFA ഭരതനാട്യം ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു സൈഡിൽ കൂടെ അതങ്ങ് നടക്കും, നമ്മുടെ PSC നടക്കും, ജോലി നിയമനമാകുമ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് സാറ്റർഡേ ഒക്കെ ലീവ് എടുക്കാമല്ലോ, വരാമെന്നുള്ളത്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിനകത്തുണ്ട്. റെഗുലറായിട്ട് നമ്മൾ ജോലിയും കൂടിയും കളഞ്ഞിട്ട് പഠിക്കുമ്പോൾ നമുക്ക് വേറെ ഒന്നിലും ഒരു സ്കോപ്പില്ല. അണ്ണാമലൈ യൂണിവേഴ്സിറ്റി നല്ല റെക്കഗ്നിഷനുള്ള യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ അംഗീകാരമുള്ള ഇതാണ്, മറ്റേ UGCയുടെ ഒക്കെ. സോ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ സ്റ്റഡി മെറ്റീരിയലും അതിൻ്റെ ഫീസും അടയ്ക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. അതെന്തുകൊണ്ട് ഓൺലൈൻ അടിച്ചുകൂടെ, സ്പോട്ട് അഡ്മിഷൻ എടുത്ത് ചോദിച്ചാൽ അടയ്ക്കാം. പക്ഷേ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഇവർക്ക് കൊറിയർ ചെയ്ത് കൊടുക്കണം, രജിസ്റ്റേർഡിൽ ഒറിജിനൽസ്. എന്നിട്ട് അവർ പരിശോധിച്ചിട്ട് തിരിച്ചയക്കും. സോ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായി പേഴ്സണലി ഫീൽ ചെയ്തു, തമിഴ്നാട്ടിലേക്ക് ഇത്രയും സർട്ടിഫിക്കറ്റ്സ് അയക്കുന്നത്. സോ ഞാൻ കഷ്ടപ്പെട്ട് ഇത്രയും വരെ വരുമ്പോൾ എനിക്ക് ക്യാമ്പസും കാണാം, റിയലായിട്ട് അങ്ങനെ ഒരു കോഴ്സ് ഉണ്ടോ എന്ന് അറിയാം, സർട്ടിഫിക്കറ്റ്സും തിരിച്ചു കൊണ്ടുപോകാം അവർ ചെക്ക് ചെയ്തതിന് ശേഷം. സോ ആ ഉദ്ദേശം ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ വന്നത്. സർട്ടിഫിക്കറ്റിന് വാല്യൂ അല്ലേ, ഡിഗ്രി +1 +2 10ൻ്റെ ഒക്കെ കളഞ്ഞതാണ്. ഇപ്പം തന്നെ TCയിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പെട്ട ഡ്യൂപ്ലിക്കേറ്റ് TC ഒപ്പിക്കാൻ. സോ അതുകൊണ്ടാണ് ഞാൻ മെനക്കെട്ട്, എനിക്ക് ഇൻട്രസ്റ്റും ഉണ്ട്. കാരണം ഞാൻ ഡാൻസ് ഭയങ്കര ക്രേസായിട്ട് കൊണ്ടു നടക്കുന്ന ആളാണ്. സോ അതുകൊണ്ട് ഞാൻ വന്നു. സോ ആദ്യം നമ്മൾ വന്നത് ഫൈൻ ആർട്സിൻ്റെ ഏരിയയിലാണ്. ആ ഏരിയയാണ് അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയിൽ. പക്ഷെ പിന്നെ മനസ്സിലാക്കി ഇവിടെയല്ല, ഇത് റെഗുലറായിട്ട് ഇവിടെ കോളേജിൽ നിന്ന് പഠിക്കുന്നവർക്കുള്ള സെൻറ്റർ ഓഫീസാണ് മെയിൻ അണ്ണാമലൈ യൂണിവേഴ്സിറ്റി. നമുക്ക് പാലത്തിൻ്റെ താഴെ ഒരു DDയുടെ ഓഫീസുണ്ട്, ഡിസ്റ്റൻസിൻ്റെ. അവിടെയാണ് നമ്മൾ സ്പോട്ട് അഡ്മിഷൻ പോകുന്നത്. സോ പിന്നെ വേറൊരു ഓട്ടോ പിടിച്ച് ഞാൻ പോകുന്ന രംഗമാണ് കാണുന്നത്. ആദ്യത്തെ ഓട്ടോ എനിക്ക് വേസ്റ്റ് അവിടെ അല്ലായിരുന്നു. സോ അങ്ങനെ ചില പറ്റിയിലൊക്കെ ഇവന്മാർ ചെയ്യും, അറിയാമെങ്കിലും ഓട്ടോക്കാർ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോകും. സോ അതാണ് പണി. BFA എന്ന് പറയുന്നത് ബാച്ചുലർ ഓഫ് ഫൈൻ ആർട്സ്, ഈ കലകളുടെയൊക്കെ ഡിഗ്രി എടുത്ത് വയ്ക്കുന്നത്. അതിന് പോസ്റ്റ് ഗ്രാജുവേഷൻ MF. ഈ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ട്. ഒരുമാതിരിപ്പെട്ട ഓൺലൈനൊക്കെ നമ്മൾ ഈ ഇൻസ്റ്റയിലൊക്കെ കാണുന്നതിലൊക്കെ പോയി പഠിക്കാൻ ചേർന്നാൽ ഞാൻ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഇല്ല, അംഗീകാരമില്ല. വേറെ വെളിയിലൊക്കെ പോകണമെങ്കിലും ഡാൻസ് ക്ലാസ് തുടങ്ങണമെങ്കിലൊക്കെ
ഞാൻ ഓട്ടോക്കാർ പറ്റിക്കുമെന്ന് പറഞ്ഞത് അവർക്കറിയായിരുന്നു ഡിസ്റ്റൻസിൽ ഓൺലൈൻ ചെയ്യുന്ന കോഴ്സ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെതായി പാലത്തിൻ്റെ താഴെ വേറൊരു ഓട്ടോയിലാണ് ഞാനിപ്പോൾ കയറിയിരിക്കുന്നത്. ഈ ചേട്ടൻ കൊണ്ടുപോകുന്നിടത്ത് വേണം നമ്മൾ പോകാൻ. ഡയറക്ടറേറ്റ് ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അണ്ണാമല യൂണിവേഴ്സിറ്റി നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് ഇംഗ്ലീഷ് വായിക്കാം. പിന്നെ ഇത്രയും ദൂരം ചിദംബരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അറ്റമാണ്, ഇങ്ങനെ സൗത്തിൻ്റെ കുറച്ച് അറ്റമായിട്ട് വരും. ഇപ്പം ഞാൻ ചെന്നൈയിൽ പോയി ഡബിൾ ഇരട്ടിത്തനമാണ് കാണിച്ചത്, ഇരട്ടി മിസ്റ്റേക്കാണ് കാണിച്ചത്. അതിൻ്റെ ഷോർട്ട് കട്ട് ഞാൻ പിന്നീട് അടുത്ത വ്ളോഗിൽ പറഞ്ഞുതരാം, ഇമാരും വ്ളോഗിൽ എങ്ങനെ നമുക്ക് ഈസിലി എത്താമെന്നുള്ളത്. അപ്പോൾ ഇത്രയും ദൂരം ഞാൻ ഇവിടെ വരണമെങ്കിൽ ആ സ്പോട്ട് അഡ്മിഷൻ തന്ന ആ മേഡം തന്നെ പറഞ്ഞു എനിക്ക് അത്രയ്ക്ക് ഡെഡിക്കേഷനും അത്രയും ക്രേസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഓൾറെഡി ഞാൻ ഡിഗ്രി പോസ്റ്റേഷനൊക്കെ വേറെ ഇതിൽ കഴിഞ്ഞതാണ്, അക്കാഡമിക്സിൽ യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞത്. പിന്നെയും ഞാനിത് ചെയ്യാൻ വരണം, 4 വർഷമാണ് കോഴ്സ് ഇത് പഠിക്കണമെന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ഇൻട്രസ്റ്റാണ് അവർ അവിടെ അപ്രിഷ്യേറ്റ് ചെയ്തത്, ഇത്രയും ദൂരം അഡ്മിഷന് വേണ്ടി വന്നത്. ആ മേഡമാണ് സ്പോട്ട് അഡ്മിഷൻ തരുന്നത്. ഒന്നുമല്ല, നമ്മുടെ ആ ഫോം നമ്മൾ ഡൗൺലോഡ് ചെയ്യുമല്ലോ, അതൊക്കെ ഞാൻ വേറൊരു ബ്ലോഗിൽ പറഞ്ഞു തരാം. അതെടുത്തുകൊണ്ട് വന്നിട്ട് നമ്മളിവിടെ ഫീസ് അടയ്ക്കണം. ഒറിജിനലുമായിട്ട് അവർ ചെക്ക് ചെയ്തിട്ട് ഒറിജിനൽ ഉടനെ തരും, അതാണ് നേരിട്ട് വന്നാലുള്ള ഗുണം. അങ്ങനെ ഞാൻ എൻ്റെ ഫോമുമായിട്ട് എൻ്റെ അവസരത്തിന് കാത്ത് നിൽക്കുവാണ്. സോ ഇതാണ് ആ യൂണിവേഴ്സിറ്റി. അണ്ണാമല നിങ്ങൾ കണ്ടു, ഭരതനാട്യത്തിലെ BFA നിങ്ങൾ കണ്ടു. ഇനി ഈ ഫോം കൊടുക്കണം. കുറേ നൂലാമലകളുണ്ട്, മേളിലോട്ടും താഴോട്ടും ഒക്കെ നമ്മൾ കയറി ഇറങ്ങണം. നമുക്ക് തരാൻ പറ്റുമോ അഡ്മിഷൻ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ടേ തരത്തുള്ളൂ. പിന്നെ നാട്ടിൽ ഞാൻ ക്ലാസ്സസും പ്രാക്ടീസ് സെഷനുമായി നടക്കുന്നുണ്ട് 3 എണ്ണത്തിൻ്റെ. അപ്പോൾ എനിക്ക് ഇവിടെ വന്ന് നിന്ന് പഠിക്കാൻ നടക്കുന്നില്ല. അങ്ങനെ എനിക്ക് സ്പോട്ട് അഡ്മിഷൻ കിട്ടി, ID കാർഡ് കിട്ടി, അതാണ് പിങ്ക്. ഇത് ബുക്സിൻ്റെ, നമ്മൾ ബുക്സ് മേടിക്കാൻ കറസ്പോണ്ടൻസിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടല്ലോ, ബുക്ക് മേടിക്കാൻ അടുത്തൊരു 4 നില ബിൽഡിംഗ്, ഈ ഡയറക്ടറേറ്റ് കഴിഞ്ഞൊരു അതേ സൈഡിൽ തന്നെ 3ാമത്തെ ബിൽഡിങ്ങിൽ വരണം. അവിടെ ആ ഫോം ഓഫീസിൽ നിന്ന് കൊടുക്കുമ്പോഴാണ് അവർ ഈ ബുക്ക് തരുന്നത്. ഇതാണ് അതിൻ്റെ സെക്ഷൻ. ബുക്ക് തരുന്ന ചേട്ടന് വലിയ ബോധമൊന്നുമില്ല, എനിക്ക് തമിഴൊക്കെ എടുത്ത് തന്നു. എൻ്റെ ഓപ്ഷണൽ അങ്ങനെ എനിക്ക് ബുക്ക് കിട്ടി. എനിക്ക് മലയാളവും ഇംഗ്ലീഷുമാണ് ഞാൻ വെച്ചത്, തമിഴ് നമുക്ക് വായിക്കാൻ അറിയില്ലല്ലോ കേരളമായിട്ട് ആയതുകൊണ്ട്. ഞാൻ എടുത്തത് BFA ഭരതനാട്യം, കുച്ചിപ്പുടി അവിടെ ഇല്ല. സോ ഇതിനെപ്പറ്റി ഇതെങ്ങനെ അപ്ലൈ ചെയ്യാന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ഞാൻ വേറൊരു ബ്ലോഗിൽ ചെയ്തിടാം, ഓക്കെ, ആർക്കെങ്കിലും പഠിക്കണമെങ്കിൽ. പിന്നെ എനിക്ക് നാട്ടിൽ ക്ലാസ്സസ് ഉണ്ട്, ഭരതനാട്യം കുച്ചിപ്പുടി മുന്നോട്ടത്തിൻ്റെ. അത് ഞാൻ ഇപ്പോഴും പ്രാക്ടീസ് സെഷൻസ് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതൊക്കെ കളഞ്ഞിട്ട് ഇവിടെ നിന്ന് പഠിക്കുന്നതും നമ്മുടെ നാട് വിട്ട് പഠിക്കുന്നത് എനിക്ക് മാനസികമായി ഇഷ്ടമല്ല. എനിക്കറിയാം ഇങ്ങോട്ടൊക്കെ നമുക്ക് ഭയങ്കര ചൂടും നിലനിൽക്കാൻ ഭയങ്കര പാടാണ്. അങ്ങനെ ഞാൻ എൻ്റെ അടുത്ത് ഷൺമുഖ ഭവനിലൊരു കോഫി ഉണ്ട് അഡ്മിഷൻ എടുത്തതിന് ശേഷം. അവിടെ പിന്നെ വെജ് റോളാണ് ഈ പീസാക്കി വെച്ചിരിക്കുന്നത്, അത് ഞാൻ കഴിച്ചു. നല്ല ക്ഷീണമായിരുന്നു, കാരണം ആ മേഡം അവിടെ ഇരുന്ന് അഡ്മിഷൻ തരുന്ന ആൾ ഭയങ്കരമായിട്ട് ഓടിക്കും, കാരണം തെറ്റായിട്ടുള്ളവർക്ക് അഡ്മിഷൻ കൊടുത്താൽ അവരുടെ പണി പോകുമെന്നാണ് അവർ പറയുന്നത്. അതിനുശേഷം ഞാൻ ഇന്ന് കോഫി കുടിച്ചിട്ട് ഇങ്ങോട്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെ ഹോട്ടൽ ചിദംബരം ഒരു ഇതുണ്ട്, സ്റ്റേയും ഉണ്ട്, ഫുഡും ഉണ്ട്, റെസ്റ്റോറൻറ്റ്, ഒരു വലിയ ഹോട്ടൽ. അവിടെ നിന്ന് ഞാൻ ഡിന്നറിനേക്കുള്ള സാധനം മേടിച്ചു കഴിക്കാൻ. എന്നിട്ട് തിരിച്ച് ഞാൻ എൻ്റെ റിസോർട്ടിലേക്ക് മടങ്ങുന്ന രംഗങ്ങളാണ് കാണുന്നത്. അതിൻ്റെ ഇടയിൽ റിസോർട്ട് എവിടെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. തിരിച്ച് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ട്രാക്കിൻ്റെ, ഞാൻ എടുത്ത സ്റ്റേഡിയം ട്രാക്കിൻ്റെ ഓപ്പോസിറ്റ് അപ്പുറത്തും ഇപ്പുറത്തോടെ യൂണിവേഴ്സിറ്റീസ് വരുന്നത്. ഓട്ടോയുടെ ആവശ്യമായിരുന്നു, പക്ഷെ എനിക്ക് ആദ്യം അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ഞാൻ സമയം കളയരുതല്ലോ, 1:30-2 എത്തിയപ്പം റൂമിൽ, അതുകൊണ്ടാണ് ഞാൻ ഓടി അങ്ങനെ പോയത്. പിന്നെ ഞാൻ തിരിച്ചു പോകുന്ന വഴിക്ക് നാളെ റിട്ടേൺ ജനറൽ റെയിൽവേ സ്റ്റേഷനിൽ കയറി, ആ രംഗമാണ് എൻ്റെ ഇടയിൽ നിങ്ങൾ കണ്ടത്. അങ്ങനെ റൂമിലെത്തി, രാത്രിയായി. രാത്രി സമയം ഞാൻ ഫുഡ് അടിക്കുന്ന രംഗമാണ് കാണുന്നത്. ഫുഡിൽ ഞാൻ മേടിച്ചത് വെജ് ഫ്രൈഡ് റൈസും പിന്നെ പെപ്പർ ചിക്കനും സോസും പിന്നെ അടുത്ത് ടിഷ്യൂ പേപ്പറും എന്തോ ഉണ്ടായിരുന്നു. സോ ഞാൻ ഫുഡ് അടിക്കുന്ന രംഗം കാണിച്ചു തരാം. പിന്നെ നാട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ ക്ലൈമറ്റ് പിടിക്കൂല, ഹോസ്റ്റൽ നോക്കണം നിന്ന് പഠിക്കണമെങ്കിൽ, പിന്നെ എൻ്റെ വ്ളോഗിങ് നടക്കൂല, എൻ്റെ സോഷ്യൽ മീഡിയാസ് ഒന്നും നടക്കൂല. സോ അതൊക്കെ വലിയ ടാസ്ക്കാണ്. നമ്മൾ ഇതിൽ ഇത്രയും റീച്ചുള്ള ടീമുകളായിട്ട് നമുക്ക് ഇതൊക്കെ കളഞ്ഞിട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ, മറ്റത് നമുക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം, ട്രാവൽ വ്ളോഗ് ചെയ്യാം, പറന്ന് നടക്കാം, PSCക്ക് പ്രിപ്പയർ ചെയ്യാം. പിന്നെ ഇടയ്ക്ക് വീട്ടിലിരുന്ന് പഠിച്ചാൽ മതി, സ്റ്റഡി മെറ്റീരിയൽസ് വെച്ച് തിയറി പഠിച്ചാൽ മതി. പ്രാക്ടിക്കൽ ഭരതനാട്യം ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ക്ലാസ്സസിന്, കോൺടാക്ട് ക്ലാസ്സസിന് വരേണ്ടി വരും. അതൊരു മാസത്തിൽ 1-2 ഉള്ളൂ, സാറ്റർഡേ സൺഡേ ഒരു പബ്ലിക് ഹോളിഡേ. അതെങ്ങനെ ക്ലാസ്സൊക്കെ അറിയാൻ പറ്റുന്ന ഡീറ്റെയിൽസ് ഞാൻ യൂണിവേഴ്സിറ്റിയുടെ ലിങ്കിലിടാം, യൂണിവേഴ്സിറ്റിയുടെ ലിങ്കിലല്ല, സോറി, എൻ്റെ വ്ളോഗ്സിൽ ഞാൻ ചെയ്തിടാം. സോ നമുക്ക് പഠിക്കാനൊരു ബെസ്റ്റ് ഓപ്ഷൻ ഒരു ഏജ് കഴിഞ്ഞ് അണ്ണാമല യൂണിവേഴ്സിറ്റി തന്നെയാണ്, കാരണം സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ട്. ഇതാണ് ഹോട്ടൽ തമിഴ്നാട് ചിദംബരം, കാണാമെന്ന് വിചാരിക്കുന്നു. അമുദാകം റെസ്റ്റോറൻറ്റ്, റെയിൽവേ ഫീഡർ റോഡ്, ചിദംബരം. പാർസലായിരുന്നു, കിറ്റിലൊരു ടിഷ്യൂ പേപ്പർ ഉണ്ടായിരുന്നു. സാധാരണ തമിഴ്നാട്ടിൽ അങ്ങനെ അവർ ചെയ്യാത്തതാണ്, ഈ കൈ തുടക്കാൻ നമ്മൾ പോയി ചോദിക്കണം, പക്ഷെ അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ് ദാറ്റ് റെസ്റ്റോറൻറ്റ് പീപ്പിൾ. പിന്നെ പെപ്പർ ചിക്കൻ, അത് ഞാൻ തുറക്കുമ്പോൾ കാണിച്ചു തരാം. പിന്നെ ഞാൻ മേടിച്ചത് ഒരു വെജ് ഫ്രൈഡ് റൈസ്, കാരണം കമ്പൈൻഡ് ആയിട്ടായിരുന്നു. ഒരു സ്പൂൺ തന്നിട്ടുണ്ട് അവർ. പിന്നെ സോസ് ഉണ്ട്. പിന്നെ വെജ് ഫ്രൈഡ് റൈസ് തന്നെ ഞാൻ കാണിച്ചു തരാം ബാക്ക് വ്യൂവിൽ. ഈ വെള്ളം ഡയറ്റ് അക്വ എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂമിൽ ഇരുന്നതാണ്, 2 ബോട്ടിലായിരുന്നു, കുഞ്ഞി ബോട്ടിൽ. സാധാരണ ഒരു റൂം 2 പേരല്ലേ എടുക്കുന്നത്. ഞാൻ പക്ഷേ സോളോ ട്രാവലർ ആണല്ലോ മിക്കതിലും. അപ്പോൾ അവർ 2 എണ്ണം വെച്ചിരുന്നു. ഞാൻ 2 ബോട്ടിലും യൂസ് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞു, അടുത്ത 2ാമത്തെ ബോട്ടിലാണ്. സോ ഇത് ഞാൻ മേടിച്ചതല്ല, മീൻസ്
മീൻസ് റൂം ബുക്ക് ചെയ്തപ്പോൾ എൻ്റെ കാശിന് ഇവർ വെച്ചിരിക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ ഒന്നും ഫ്രീ ലോകത്തില്ലല്ലോ. ഇവിടെ ലൈറ്റ് ഇല്ല സീലിങ്ങിൽ ഈ ഭാഗത്ത്. സോ ഇതാണ് എൻ്റെ ആ വെജ് ഫ്രൈഡ് റൈസ്. അതിലെന്തൊക്കെയോ ഇട്ടിട്ടുണ്ട്, വെജിറ്റബിൾസും കാര്യങ്ങളും. വെജ് ആയതുകൊണ്ട് തന്നെ ഞാൻ പെപ്പർ ചിക്കൻ ഈ സാധനം മേടിച്ചു. ഇനി കഴിച്ചിട്ട് ഞാൻ എൻ്റെ ടേസ്റ്റ് പറയാം. സോസ് ഉണ്ട്, സോസ് ഞാൻ ഇട്ടില്ല. ഗ്രീൻ ചില്ലി സോസാണ്, 2 എണ്ണം വെച്ചിട്ടുണ്ട്. ആദ്യം 1 എണ്ണം കഴിക്കാം, എരിവാണെങ്കിൽ പിന്നെ ഫുഡ് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. സോ എൻ്റെ റൂം ടൂറ് വരും, വ്ളോഗ്സിൽ വരും. പിന്നെ ഇവിടുന്ന് കൂടുതൽ എനിക്ക് ചുറ്റിയടിക്കാൻ പറ്റില്ല, കാരണം ഞാൻ അഡ്മിഷൻ്റെ ആവശ്യത്തിനല്ലേ വന്നതാണ്. പിന്നെ എനിക്ക് ഫ്രൈഡേ കേരള PSCയിൽ നാട്ടിൽ പട്ടത്ത് അർത്തിൻ്റെ എത്തേണ്ട ഒരു കാര്യമുണ്ട്. അവിടുത്തെ ഒരു കാര്യം ഹോൾഡ് ഇട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ട്രാവൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഇങ്ങോട്ട് ചാടി വന്നത്. സോ അതെനിക്ക് പോയി ക്ലിയർ ഔട്ട് ചെയ്യണം. അതൊരു തുഴത്തായിട്ട് കിടക്കും, ഒരു ചിഹ്നം, ഒരു പ്രോബ്ലം PSCക്കകത്തൊരു വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ. സോ അതിനെനിക്ക് വരണം. സോ എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഒരു 3 പ്ലേസാണ് ഫേമസ്. അതിൽ 2 എണ്ണം നാളെ കവർ ചെയ്യാം, 3ാമത്തെ കവർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എനിക്ക് സങ്കടമില്ല, കാരണം എന്തായാലും ഞാൻ ഇനി ഇവിടെ ഡിസ്റ്റൻസിൽ ചെയ്യുന്നുണ്ടല്ലോ, കോഴ്സ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരാം. അപ്പം ഞാൻ നടക്കാത്ത കാര്യം കുറച്ചുകൂടെ ഫണ്ട് കളക്ട് ചെയ്തുകൊണ്ട് ഒന്ന് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നാട്ടിൽ ഞാൻ നിൽക്കണം, ഇവിടെ ഞാൻ നിൽക്കണമെന്ന് നടക്കുന്ന കാര്യമില്ലല്ലോ. എന്തായാലും മെയിനായിട്ട് വന്ന കാര്യം നടന്നു, അത് നിങ്ങൾ കണ്ടല്ലോ. നമ്മൾ നാളത്തെ വ്ളോഗ് നിങ്ങൾ കാണും. സോ നമ്മൾ തീറ്റ തുടങ്ങുന്നു. പെപ്പർ ചിക്കൻ ഫാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എടുക്കാം. ഇതാണ് പെപ്പർ ചിക്കൻ്റെ കൺസിസ്റ്റൻസി. ഞാൻ വായിൽ വെള്ളം ഇടുന്നു. ബാക്കിൽ ഒരു ആളുടെ സൗണ്ട് കേൾക്കുന്നത്. ഞാൻ TV ഇട്ടിട്ടുണ്ടായിരുന്നു, സൺ TV എന്തോ റൂമിൽ, അതിൻ്റെ സൗണ്ടാണ് കേട്ടോ. ചിദംബരം ഒരു ചേർച്ചൊക്കെയുള്ള സ്ഥലം, അതുകൊണ്ട് കൂടുതലും നമുക്ക് നോൺ വെജ് ഫുഡ്സേ കിട്ടത്തുള്ളൂ. സോറി, തിരിഞ്ഞു പോയി, അല്ലെങ്കിലും തിരിയും. എനിക്ക് തിരിയും, അത് സ്വാഭാവിക. വെജ് ഫുഡ് നമുക്ക് കിട്ടും. വെജ് ഞാൻ ട്രൈ ചെയ്തില്ല, അമ്പലത്തിൻ്റെ അടുത്ത് എവിടെ ഉണ്ട്, ഈസ്റ്റ് സ്ട്രീറ്റിൽ എവിടെയോ. അതിന് നാളെ ട്രൈ ചെയ്യാൻ സമയം കിട്ടുമെന്ന് എനിക്കില്ല. കാരണം ഇവിടെ വന്നിട്ട് പൂളിലൊന്നും ഇറങ്ങണം. ഈ പൂളി ഇവന്മാരുടെ വൃത്തിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് മൂടുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങാം, പൂളി ഞാൻ കാണിച്ചു തരാം. കാരണം നമുക്ക് ഇവർ വാട്ടർ മാറ്റിയില്ലെങ്കിലേ വലിയ പണിയാകും, അസുഖങ്ങളും കാര്യങ്ങളും. സോ ഞാനിത് ഫിനിഷ് ചെയ്യട്ടെ, അതിനുശേഷം ഞാൻ റിവ്യൂ പറയാം ഫുഡിൻ്റെ. ഫീഡ്ബാക്ക് പറയാം. പെപ്പർ ചിക്കൻ നല്ല എരിവായിരുന്നു, മൂക്കിൽ നിന്നൊക്കെ നന്നായിട്ട് മ്യൂക്കസ് വരുന്നുണ്ടായിരുന്നു. പിന്നെ വെള്ളം കുടിച്ച് മഴിക്കും നമ്മൾ ചിദംബരത്തിൽ, കാരണം ഭയങ്കര ഡീഹൈഡ്രേഷനാണ്. വെള്ളം കുടിച്ചില്ലെങ്കിൽ നല്ല പണിയും കിട്ടും. ഞാനാണെങ്കിൽ അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ബിൽഡിങ്ങിൽ കിടന്ന് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ ഓട്ടത്തോടെ ക്യാമ്പസ് വലുതാണ്, പോയിട്ടുള്ളവർക്കറിയാം. എനിക്കത് കഴിഞ്ഞ് വൈകിട്ട് ഒരു കോഫി കുടിച്ചിട്ട് എനിക്ക് പറ്റുന്നില്ല, 2 എണ്ണം കുടിച്ചിട്ടും പറ്റുന്നില്ല. ഇപ്പം ഞാൻ കുഴഞ്ഞ് വീഴൂ എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. പിന്നെ ഞാൻ പിടിച്ച് നിന്നു ആ ശക്തി കൊണ്ട്, കാരണം അങ്ങനെ ഒരു എഫക്റ്റ് വരും. ഭയങ്കര ഡീഹൈഡ്രേഷൻ. ഇവിടെ സൂര്യപ്രകാശം വൈകുന്നേരം ഇല്ലെങ്കിലും എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്. നിസ്സാരൊരു സംഭവമാണ്, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഓടിപ്പിച്ച് ഡോക്യുമെൻസിന് വേണ്ടിയും എനിക്ക് കുറച്ച് ചെറിയ രീതിയിൽ ഡീഹൈഡ്രേറ്റഡ് ആയി ഒരു ചെറിയൊരു ഇതുപോലെ വന്നു. പിന്നെ ഞാൻ കോഫിയിലാണ് ഒന്ന് പിടിച്ച് നിന്ന്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഭയങ്കര ഡീഹൈഡ്രേഷനാണ് അറ്റ്മോസ്ഫിയർ. ഓക്കെ, ബാക്കി ഇനി അടുത്ത വ്ളോഗ്സിൽ കാണാം. ബൈ. ചിദംബരത്തിൽ ബസ് ഈ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ വരുമല്ലോ, കോൺക്രീറ്റ് ബ്രിഡ്ജ്, അവിടെ നിന്ന് ആവിയാണ് പറക്കുന്നത്. അമ്മാതിരി ചൂടാണ്. സിമെൻറ്റ് കല്ല് ഇങ്ങനെ അബ്സോർബ് ചെയ്ത് വെച്ചിട്ട് നമുക്കത് ഭയങ്കരമായിട്ട് തട്ടും, ഒരു ഫ്യൂംസ് പോലെ. ചൂടുള്ളതുകൊണ്ടാണ് നമുക്ക് ഈ ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ വെള്ളം കുടിക്കണമെന്ന് കൂടുതൽ വരുന്നത്.